സെറാൻഡയിലെത്തി. ഇതാണ് സെറാൻഡയിൽ നിന്ന് തിരാനയിലേക്കും തിരാനയിൽ നിന്ന് സെറാൻഡയിലേക്കും ഉള്ള ബസ് ടൈമിംഗ്. നിങ്ങൾ ഇങ്ങോട്ട് വരണുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങളിവിടെ സിറ്റിക്കുള്ളിൽ തന്നെ റൂം ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിയിരുന്നു. വെറും 72 യൂറോയ്ക്കാണ് ഈ അടിപൊളി റൂം ഞങ്ങൾക്ക് കിട്ടിയത്. അതും 2 നൈറ്റ്സ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ നല്ല സർവീസും, പിന്നെ സിറ്റിക്കുള്ളില്. ഈ റൂമിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. പെട്ടിയൊക്കെ റൂമിൽ ഡംപ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി സെറാൻഡ കാണാൻ വേണ്ടിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പതിവ് പോലെ ആദ്യം തന്നെ കുറച്ച് ഫുഡ് കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒതന്റിക് ഫുഡ് തപ്പിയൊന്നും ഞങ്ങൾ നടന്നില്ല. ഇവിടെ റെസ്റ്റോറന്റിൽ കയറി പാസ്ത വെച്ചു. പൊതുവെ യൂറോപ്യൻ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് ആണ് ഈ റെസ്റ്റോറന്റ്. ഞാനും അങ്ങനെ ഒരാളായതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ ഫുഡ്. അങ്ങനെ സെറാൻഡയിൽ ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ എല്ലാം കാണാനായിട്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ ബസ് കയറി ഷാമിൽ കാണാൻ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് അടുത്ത പരിപാടി. ഇതാണ് ഷമിലിലോട്ട് പോകാനുള്ള ബസ് ടൈമിംഗ്. നിങ്ങൾ സെറാൻഡയിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഷമിൽ. 150 ലേക്കാണ് ഞങ്ങൾക്ക് ചാർജ് ആയത്. ഇനി നിങ്ങൾ ടാക്സിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 13 യൂറോസ് ആണ് അറൌണ്ട് ആവുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ആണ് ട്രാവൽ ഉള്ളത്. പേര് പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും. അൽബേനിയയിലെ സമ്മർ മെയ് തൊട്ട് ഒക്ടോബർ വരെ ആണെങ്കിലും ഇവിടെ വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മെയ് അവസാനവും ജൂൺ ആദ്യം ഒക്കെയാണ്. എന്താന്ന് വെച്ചാൽ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ വന്നപ്പം അധികം തിരക്കില്ലാഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടെ എല്ലാം. അത് മാത്രമല്ല ഈ സമയങ്ങളിൽ ഇവിടെ റേറ്റ് കുറച്ച് കുറവുമാണ് എല്ലാത്തിനും. എന്നാൽ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. സെറാൻഡയിൽ നിന്ന് ബുട്രിൻഡിലേക്കാണ് ബസ് ഉള്ളത്. തിരിച്ച് ബുട്രിൻഡിൽ നിന്ന് സെറാൻഡയിലേക്കും. ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള ഒരു സ്റ്റോപ്പ് മാത്രമാണ് ഷെമിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഷെമിലിൽ തന്നെ ഈ വരുന്ന ബസ്സുകളെല്ലാം നിർത്തുന്ന സ്റ്റോപ്പുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബുട്രിൻഡിൽ നിന്ന് വരുന്ന ഒരു ബസ്സിൽ കയറി സെറാൻഡയിലെത്തി. ഇവിടെ പറയാൻ ഒരുപാട് കഥകളൊന്നുമില്ല. പക്ഷെ ആ നീലക്കടലും സൺസെറ്റും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ തിരാനയെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് സെറാൻഡ തന്നെയായിരുന്നു. അങ്ങ് അറ്റത്ത് കാണുന്ന മലനിരകൾ ഗ്രീസാണ്. അൽബേനിയ ഗ്രീസുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. സാധാരണ യൂറോപ്യൻ കൺട്രീസ് വെച്ച് അൽബേനിയ ഭയങ്കര അഫോർഡബിൾ ആണ്. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഫുഡിനും കാര്യങ്ങൾക്കും ഒക്കെ എത്ര രൂപയാവോ അത്രയും തന്നെയാണ് ഇവിടെയും ചാർജ് വരുന്നത്. പകലിനേക്കാൾ കൂടുതൽ രാത്രിയിൽ ഇവിടെ ആളുകൾ വന്നും പോയി ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു വലിയ കൊട്ടയും അവിടെ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ടൂറിസം ഇത്രയും ഇവിടെ വളർന്നു തുടങ്ങിയിട്ട്. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഇനി നാളെ. താങ്ക് യു.